അപ്പോൾ യൂറോ കപ്പിൽ 2 പ്രധാനപ്പെട്ട നോക്കൌട്ട് മത്സരങ്ങളാണ് ഇന്ന് നടന്നത്. ഇംഗ്ലണ്ടും സ്ലൊവാക്യയുമായിട്ട് ഏറ്റുമുട്ടി നമ്മൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടി വരും. സ്പെയിൻ്റെ ഒരു കിടിലൻ പെർഫോമൻസ് നമ്മളിന്ന് കണ്ടു. ജോർജിയെ 4-1 തോൽപ്പിച്ചുകൊണ്ട് അവരും നെക്സ്റ്റ് റൗണ്ടിലേക്ക് പോയിട്ടുണ്ട്. വെൽക്കം ബാക്ക് എവ്രി വൺ. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സൗത്ത് ഗേറ്റ് പുറത്തു പോകാൻ ആകെ ഇത്ര സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, 1 മിനിറ്റ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഇംഗ്ലണ്ട് തോറ്റു, നോക്കൌട്ടിൽ നിന്ന് പുറത്തേക്ക് പോയി, സ്ലൊവാക്യ ഒരു ഹിസ്റ്റോറിക് ജയമൊക്കെ നടത്തി പോകും എന്നൊക്കെ കരുതിയിരിക്കുന്ന സമയത്താണ് ഇൻഡിവിജ്വലി ബ്രില്യൻ്റ് ആയിട്ടുള്ള ബെല്ലിംഗ്ഹാമിൻ്റെ ഒരു ഗോൾ വരുന്നത്. ആ ഗോളോട് കൂടി നമ്മൾ രക്ഷപ്പെട്ടു. പിന്നീട് എക്സ്ട്രാ ടൈമിലേക്ക് കാര്യങ്ങൾ പോയി, എങ്ങനെയൊക്കെയോ ജയിച്ചു എന്ന് പറയേണ്ടി വരും. ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ വർഷത്തിൽ പറ്റി പറയേണ്ടതുണ്ട്. ഈ സൗത്ത് ഗേറ്റിനെ പറ്റിയിട്ട് എന്താണ് ഞാൻ പറയേണ്ടത്? പുള്ളി ഈ ടീമിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 808 പാസുകളാണ് ഇംഗ്ലണ്ട് മത്സരത്തിൽ കളിച്ചത്. അതിൽ എന്തായാലും ഒരു 600 പാസ് പ്ലേ ചെയ്തിട്ടുണ്ടാകുക മിഡ്ഫീൽഡ് ടു ഡിഫൻസ്, ഡിഫൻസ് ടു പിക്ഫോർഡ്, പിക്ഫോർഡ് ടു ഡിഫൻസ്. ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മിഡ്ഫീൽഡിലൂടെ ഒരു ത്രൂ ബോൾ ഇടാനോ ക്രിയേറ്റീവായിട്ട് ഒരു ഓപ്ഷൻ ക്രിയേറ്റ് ചെയ്യാനോ ഇംഗ്ലണ്ടിന് കഴിയാതെ പോയി എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. 5 പേരാണ് സ്ലൊവാക്യ മിഡ്ഫീൽഡിൽ കുത്തി നിറച്ചത്. അവർക്ക് ഇടയിലൂടെ പാസ് ഇടാൻ പറ്റുന്നില്ല. പല പാസുകളും മിസ്സായി. ഇംഗ്ലണ്ട് യാതൊരു കോർഡിനേഷൻ ഇല്ലാതാണ് ഇത് കളിച്ചുകൊണ്ടിരുന്നത്. ലെഫ്റ്റ് വിങ്ങിലാണെങ്കിൽ നമുക്കറിയാം ട്രിപ്പിയർ എന്താണ് ചെയ്യുന്നതെന്ന് പുള്ളിക്ക് തന്നെ അറിയില്ല. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പുള്ളിക്ക് ആകെ ഒരു പാസ് മാത്രമേ അറിയൂ. തനിക്ക് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ നേരെ തിരിച്ചിട്ട് പിക്ഫോർഡിന് കൊടുക്കുക, അല്ലെങ്കിൽ ഡിഫൻസിൽ ആരെങ്കിലും കയ്യിലേക്ക് കൊടുക്കുക. ഈ ഒരു ഓപ്ഷൻ മാത്രമാണ് ട്രിപ്പിയർ ഇന്ന് ചെയ്തത്. പുള്ളിനെ വലിച്ചതിന് ശേഷമെങ്കിലും ചെറിയൊരു മാറ്റം ഉണ്ടായി. പക്ഷെ ലെഫ്റ്റ് വിങ് വൻ ഷോക്കായിരുന്നു. ഇപ്പൊ ലൂക്ക് ഷോ ഒക്കെ എന്ത് ബെറ്റർ ആണെന്നൊന്നും പുള്ളിയുടെ പെർഫോമൻസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും. ഇപ്പൊ റൈറ്റ് വിങ്ങിൽ സാക്ക, മിഡ്ഫീൽഡിൽ ബെല്ലിംഗ്ഹാം, ഈ 2 പ്ലെയറാണ് ഒരു കുറച്ചെങ്കിലും ട്രൈ ചെയ്തു എന്ന് തോന്നിയിട്ടുള്ളത്. ബാക്കി എല്ലാവരും ബിലോ ആവറേജ് പെർഫോമൻസ് ആണ് ഇന്ന് കാഴ്ചവെച്ചിട്ടുള്ളത്. എന്നാൽ സ്ലൊവാക്യ 25ാമത്തെ മിനിറ്റിൽ ഒരു കൗണ്ടർ അറ്റാക്കിംഗ് ചാൻസ് കിട്ടി. അപ്പൊ ഷാൻസിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഗോൾ അവർ 1-0 മുമ്പിൽ എത്തുകയും ചെയ്തു. പിന്നീട് നമ്മൾ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. ഫൈനൽ തേർഡിലേക്ക് വരുമ്പോൾ എന്താണ് കളിക്കുന്നതെന്ന് സൗത്ത് ഗേറ്റിനും അറിയില്ല, പ്ലേയേഴ്സിനും അറിയില്ല. എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. ഫൈനൽ തേർഡിലേക്ക് എത്തുമ്പോൾ അത് കൺവേർട്ട് ചെയ്യാൻ ഇംഗ്ലണ്ടിന് പറ്റുന്നില്ല. കെയ്ൻ 1-2 ഹാഫ് ചാൻസുകൾ ഉണ്ടായിരുന്നു, അത് രണ്ടും പുറത്തേക്ക് പോയി. അങ്ങനെ കളി തോറ്റു, കളി തീർന്നു എന്നൊക്കെ വിചാരിച്ചിരുന്നു. ആ സമയത്താണ് ഇഞ്ചുറി ടൈമിലാണ് പുള്ളി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഐവിൻ ടോണിനൊക്കെ ഇറക്കുന്നത്. ഇതിനൊക്കെ മടല് കൊണ്ട് അടിക്കേണ്ട സമയമാണ്. ഇപ്പോൾ ഗോൾ വേണ്ട സമയത്ത് ഒരു 70 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ കളി മാറ്റുക, കുറച്ച് പ്രോഗ്രസീവ് ആയിട്ടുള്ള ചേഞ്ച് കൊണ്ടുവരിക. അപ്പോഴും പുള്ളിക്ക് പേടിയാണ്. ഐവിൻ ടോണിയും എസയും വന്നതിന് ശേഷം അവര് ഡിഫൻസിൽ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടാക്കി. ആ ഗ്യാപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഹാരി കെയ്നൊക്കെ ഗോൾ വരുന്നത്. ബെല്ലിംഗ്ഹാം ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് സൗത്ത് ഗേറ്റ് രക്ഷപ്പെട്ടു എന്ന് പറയേണ്ടി വരും. ഇപ്പോ ഒരു ത്രോ ആയിരുന്നു, കാൾ വാക്കർ ത്രോ ചെയ്യുന്നു, സാക്ക അത് ഹെഡ് ചെയ്ത് ബോക്സിലേക്ക് എത്തിക്കുന്നു. കൃത്യമായിട്ടുള്ള ഒരു ബൈസിക്കിൾ കിക്കാണ് നമ്മൾ ബെല്ലിംഗ്ഹാമിന്റെ സൈഡിൽ നിന്ന് കാണുന്നത്. കൃത്യം അത് അകത്തേക്ക് കയറി. അങ്ങനെ 1-1 ഇഞ്ചുറി ടൈമിൽ ഇംഗ്ലണ്ട് തിരിച്ചെത്തി. കളി എക്സ്ട്രാ ടൈമിൽ പോയി. എക്സ്ട്രാ ടൈമിന്റെ ആദ്യ മിനിറ്റിൽ തന്നെ എസ് ഒരു ഷോട്ട് ബോക്സിലേക്ക് അടിക്കുന്നു. ഇത് ഐവിൻ ടോണി ഹെഡ് ചെയ്യുന്നു. കെയ്ന് മറ്റൊരു ഹെഡറിലൂടെ ഇത് ഗോളാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ 2-1 ലീഡിലേക്ക് ഇംഗ്ലണ്ട് എത്തുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ 2 സബ്സ്റ്റിറ്റ്യൂഷനും ഈ ഗോൾ ഇൻവോൾവ് ആയിരുന്നു. ആദ്യത്തെ ഷോട്ട് എസ് അടിക്കുന്നു, പിന്നീട് ഐവിൻ ടോണി ഇൻവോൾവ് ആണ്, കെയ്ൻ അത് കൺവേർട്ട് ചെയ്യുന്നു. ഇതെന്തുകൊണ്ട് പറ്റുന്നില്ല എന്ന് ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഗേറ്റിന് മനസ്സിലാവുന്നില്ല. പുള്ളിക്ക് ആരെങ്കിലും പോയി പറഞ്ഞു കൊടുക്കുക. അത്രയ്ക്ക് മോശപ്പെട്ട ഒരു പെർഫോമൻസ് ആണ് ഇംഗ്ലണ്ട് സൈഡിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. മറ്റൊരു മത്സരത്തില് സ്പെയിൻ ഒരു മാരക ഫോമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 4-1 ജോർജിയെ അടിച്ച് തകർത്തു എന്ന് പറയേണ്ടി വരും. ഇന്ന് 35ഓളം ചാൻസുകളാണ് സ്പെയിൻ ക്രിയേറ്റ് ചെയ്തത്. 35ഓളം. അതിൽ 10-13 ഷോട്ടുകൾ ടാർഗറ്റിലേക്ക് എത്തിച്ചു. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. എടുത്തു പറയേണ്ട ഒരു പേരുണ്ട്, ഗോൾ കീപ്പറായിട്ടുള്ള മമർദഷവില്ലി. പുള്ളി ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞ ഒരു 10 ഗോളൊക്കെ ജോർജിയയിൽ നിന്ന് കൺസീവ് ചെയ്യായിരുന്നു. പുള്ളി 5-6 ഷോട്ടുകൾ തടഞ്ഞതിന് ശേഷമാണ് സ്പെയിന് 4 ഗോളുകൾ സ്കോർ ചെയ്യുന്നത്. റീക്കോ വില്യംസിന്റെ ഗോൾ ഉണ്ടായിരുന്നു, റൂയിസിന്റെ ഗോൾ ഉണ്ടായിരുന്നു, റോഡ്രിയാണ് ഗോളിന് തുടക്കം കുറിച്ചത്.
അങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും ബോക്സിന് പുറത്തു വെച്ചും അകത്ത് വെച്ചും സ്കോർ ചെയ്യാൻ സ്പെയിന് കഴിഞ്ഞു. അവരൊരു ടീം എന്ന രീതിയിൽ നല്ല രീതിയിൽ കോർഡിനേറ്റ് ചെയ്ത് കളിക്കുന്നുണ്ട്. പ്രോഗ്രസീവായിട്ട് എങ്ങനെ കളിക്കാമെന്ന് സ്പെയിനിന് കാണിച്ചു തന്നു എന്ന് പറയേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ സൗത്ത് ഗേറ്റ് ഒക്കെ കോപ്പി ചെയ്യേണ്ട ഒരു ടാക്ടിക്കൽ അപ്രോച്ചാണ് ഇപ്പോൾ സ്പെയിനിലൂടെ നമ്മൾ കാണുന്നത്. ഇപ്പൊ ജോർജിയ സൈഡിൽ നിന്ന് അറ്റാക്കിംഗ് വൈസ് വെരി വെരി പോർ. അവര് ഒരു ഓൺ ഗോളിലൂടെ 1-0 മുമ്പിലേക്ക് എത്തി. അത് കഴിഞ്ഞപ്പോൾ കാര്യമായിട്ടുള്ള ഒരു അറ്റാക്കിംഗ് ത്രെറ്റും ക്രിയേറ്റ് ചെയ്യാൻ ജോർജിയക്ക് കഴിഞ്ഞില്ല. സ്പെയിന് കംപ്ലീറ്റ്ലി പൊസിഷൻ ഡോമിനേറ്റ് ചെയ്തു. നമ്പർ ഓഫ് ചാൻസുകൾ അവർ ക്രിയേറ്റ് ചെയ്തു. കുറച്ചുകൂടി ക്ലിനിക്കൽ ആയിരുന്നെങ്കിൽ ഒരു 8-9 ഗോളൊക്കെ ഈസി ആയിട്ട് അടിക്കേണ്ട ഓപ്പർച്യൂണിറ്റി അവർക്ക് ഉണ്ടായിരുന്നു. ഇപ്പൊ യമാലിന്റെ കാര്യം ഇവിടെ എടുത്തു പറയണം. പുള്ളി ഒരു 2-3 ഷോട്ടുകൾ പുറത്തേക്ക് അടിച്ച് കളഞ്ഞിട്ടുണ്ട്. പുള്ളി കുറച്ചുകൂടി ക്ലിനിക്കലായിട്ട് അത് പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു ഗോളെങ്കിലും കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. അപ്പൊ നിങ്ങളെ കമന്റ് താഴെ അറിയിക്കുക. പുള്ളിയുടെ ക്രോസിൽ നിന്നാണ് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗോൾ വരുന്നത്. നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ ഡിസിഷൻ മേക്കിങ്ങിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ആകേണ്ടതുണ്ട് എന്ന് ഇന്നത്തെ മത്സരത്തിൽ നമുക്ക് മനസ്സിലാവും. റോഡ്രിയുടെ കാര്യം നമുക്കറിയാം. പുള്ളി ഇപ്പോഴും അതേ പെർഫോമൻസ് ലെവൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. എന്തായാലും കുക്രേയ, റോഡ്രി ഇതുപോലെ പല പ്ലേയേഴ്സും സ്പെയിനൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പെഡ്രിയുടെ സൈഡിൽ നിന്ന് 1-2 ഷോട്ടുകൾ ഉണ്ടായിരുന്നു, അതും കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ഒരു കിടിലൻ പെർഫോമൻസോടെ സ്പെയിനും ഒരു ആവറേജ് പെർഫോമൻസോടെ ഇംഗ്ലണ്ടും അടുത്ത റൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.